പല പ്രവാസികളും അറിവില്ലായ്മ കൊണ്ട് ഇൻകം ടാക്സിന്റെ കയ്യിൽ നിന്ന് കിട്ടേണ്ട പല റീഫണ്ട് തുകകളും കളക്ട് ചെയ്യാറില്ല. ഈ റീഫണ്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഉള്ള ഒരു തെറ്റിദ്ധാരണയാണ്, പ്രവാസികളാണെങ്കിൽ NRI ആണെങ്കിൽ ഇന്ത്യയിൽ ഇൻകം ടാക്സ് അടക്കണ്ട എന്നുള്ളത് ഒരു തെറ്റിദ്ധാരണ. രണ്ട്, ഇന്ത്യയിൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ട എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. പലപ്പോഴും ഈ പ്രവാസികളുടെ പേരിലോ അവരുടെ ബന്ധുക്കളുടെ പേരിലോ ഒക്കെ ഒരുപാട് ബാങ്ക് ഇടപാടുകൾ നടക്കും. അപ്പോൾ ഈ ബാങ്ക് ഇടപാടുകൾ നടക്കുന്ന സമയത്ത് നമ്മൾ മുൻ വർഷങ്ങളിൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാതിരിക്കുകയും ഏതെങ്കിലും ഒരു സാമ്പത്തിക വർഷം 20 ലക്ഷത്തിൽ കൂടുതൽ നമ്മൾ ക്യാഷ് വിഡ്രോ ചെയ്യുകയും ചെയ്താൽ, പല ആവശ്യങ്ങൾക്ക് വേണ്ടി വീട് പണി, മക്കളുടെ വിദ്യാഭ്യാസം, മറ്റുള്ള ചിലവുകൾക്കെല്ലാം വേണ്ടിയിട്ട് ബാങ്കിൽ നിന്ന് ഒരുപാട് പൈസ വിഡ്രോ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അവരെങ്ങനെ വിഡ്രോ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി TDS എന്ന് പറഞ്ഞൊരു എമൗണ്ട് എന്ത് ചെയ്യും, ബാങ്ക് കട്ട് ചെയ്യും. ആ തുക ഇൻകം ടാക്സിലേക്ക് അടക്കും. അപ്പം നമ്മൾ സമയാസമയം അതിൻ്റെ റിട്ടേൺ സബ്മിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ആ പൈസ നിങ്ങൾക്ക് പിന്നെ തിരിച്ചു കിട്ടാനുള്ള ഓപ്ഷൻ ഇല്ല. അതുകൊണ്ട് ഇപ്പോൾ 2024-25 സാമ്പത്തിക വർഷം കഴിയാൻ വേണ്ടി പോവുകയാണ്. ഈ വർഷവും ഇതേപോലെ പല പല പ്രവാസികളുടെയും പല തുകകളും TDS ആയിട്ട് പിടിച്ചിട്ട് ഇൻകം ടാക്സിൽ അടച്ചിട്ടുണ്ടാവും. പ്രവാസികളുടെയോ അവരുടെ ഭാര്യമാരുടെയൊക്കെ അക്കൗണ്ടിലുള്ള ഇടപാടുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരിക്കാം. അപ്പോൾ അതിനൊക്കെ സമയത്തിന് നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ അതിന് നമുക്ക് എന്ത് കിട്ടും, റീഫണ്ട് കിട്ടും. ഇന്ത്യയിൽ വേറെ വരുമാനമൊന്നും ഇല്ലാത്ത ഒരാളാണെങ്കിൽ എന്തായാലും ഈ TDS ആയിട്ട് കട്ട് ചെയ്യുന്ന പൈസ എന്തായാലും തിരിച്ചു കിട്ടും. പക്ഷേ ഇൻകം ടാക്സ് റിട്ടേൺ എന്ത് ചെയ്യണം, ഫയൽ ചെയ്യണം. ഇതൊന്ന് പ്രവാസി സുഹൃത്തുക്കൾക്കെല്ലാം ഒന്ന് അയച്ചു കൊടുക്കുക. കൂടുതൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് ബന്ധപ്പെടുക. ഇതുപോലെയുള്ള അറിവുകൾക്ക് വേണ്ടിയിട്ട് പേജ് ഒന്ന് ഫോളോ ചെയ്യുക.